പ്രവാസത്തിൻ്റെ ദീർഘകാലത്തെ ചരിത്രം ഉണ്ടെങ്കിലും പ്രവാസികളുടെ വിഷയങ്ങളിൽ മാധ്യമങ്ങൾ അത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. ഉണ്ടാവുന്ന സത്യം പറഞ്ഞാൽ പ്രവാസ ലോകത്തോട് ആണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. മാധ്യമ വിദ്യാർത്ഥികൾക്കും അന്വേഷണ കുതുകികൾക്കും ഇത് അന്വേഷിക്കാവുന്നതാണ്, ചരിത്രം പഠിക്കാവുന്നതാണ്. 2000 പ്രവാസ ലോകം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു പത്രത്തിലും ഏതെങ്കിലും മാധ്യമങ്ങളിൽ പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക ഭാഗം ഒഴിവാക്കി നിർത്തുന്നത് കണ്ടിരുന്നില്ല. എനിക്കൊന്ന് ഇപ്പോഴും അതൊരു മുഴുവൻ പേജിൽ തുടരുന്നത് മാധ്യമം മാത്രമാണെന്നോ. ബാക്കി എല്ലാ പത്രങ്ങളും ഒരു പരിധിവരെ ഒരു ഹാഫ് പേജ് പ്രവാസികൾക്കും വിദേശ വിഷയങ്ങൾക്കും കൊടുക്കുന്ന ഒരു ശീലം ഈ പ്രവാസ ലോകം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടാക്കിയെടുത്തു എന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ്. 2, ഈ രൂപപ്പെടുത്തലിൻ്റെ പിന്നിൽ, ഈ രൂപമുണ്ടായതിൻ്റെ പിന്നിൽ അന്നും ഇതേ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ തൊട്ടുള്ള പ്രവാസത്തിൻ്റെ എല്ലാ കഥകളിലും ഈ വിഷയങ്ങൾ ഉണ്ടായിരുന്നു. കാണാതാകലുകളും കണ്ടെത്തലുകളും എല്ലാം. ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങളിൽ അതും ഒരു അന്വേഷണമാണല്ലോ. കാണാതെ പോകുന്ന അല്ലെങ്കിൽ സിസ്റ്റർ എവിടെ പോയി എന്നുള്ളതൊരു അന്വേഷണമാണ് നിശബ്ദ സഞ്ചാരം. അതേപോലെയുള്ള മനുഷ്യർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിട്ട് അവർ ഒരു അഡ്രസ്സും അവശേഷിപ്പിക്കാതെ പോയ മനുഷ്യരുണ്ട്. അങ്ങനെ ഒരു വിഷയമായിരുന്നു പ്രവാസ ലോകം കൈകാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരുടെ ബാക്കി വെച്ച് പോയ കുടുംബങ്ങൾ അവർ ഒരു പ്രതീക്ഷയുമില്ലാതെ ഇരുട്ടിൻ്റെ ഒരു തുരുത്തിൽ നിൽക്കുന്ന ആ മനുഷ്യർ നടത്തുന്ന അന്വേഷണത്തെ TV കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ശ്രമം. അപ്പോൾ ആ തുടക്കത്തിൽ അതൊരു ഫോണിൽ കൂടെ, കാരണം ഈ മനുഷ്യരൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ ക്യാമറയുടെ മുമ്പിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ അന്ന് കുറവായിരുന്നല്ലോ. യൂട്യൂബില്ല, ആലോചിക്കണം. വീഡിയോ മൊബൈലുകൾ വന്നിട്ടില്ല, മൊബൈലുകൾ ഇത്രയും പ്രചാരത്തിലായിട്ടില്ല, ഹോട്ട്ലൈൻ മൊബൈലുകളും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മനുഷ്യരുടെ ഫോൺ സംഭാഷണത്തിൽ കൂടെ അയാളുടെ കാണാതായ ആളെക്കുറിച്ചുള്ള വിഷയങ്ങൾ എടുക്കുകയും അയാളുടെ ഒരു ഫോട്ടോ പ്രദർശിപ്പിച്ചുകൊണ്ട് പ്രോഗ്രാം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന രീതിയാണ്. അവതാരകൻ എന്ന നിലക്ക് ആദ്യം PT ഒന്നും ആയിരുന്നില്ല ആലോചിച്ചിരുന്നത്. അന്ന് നോർക്ക റൂട്ട്സിൻ്റെ ഉണ്ടായിരുന്ന ഒരു ഫറൂഖ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, അദ്ദേഹത്തെ ആയിരുന്നു പ്രവാസ ലോകം അപ്രോച്ച് ചെയ്തത്. പുള്ളി അന്ന് ഒരു ഗവൺമെൻറ് ഓൺഡ് കമ്പനിയുടെ ഉദ്യോഗസ്ഥനായതുകൊണ്ട് ആൾ തയ്യാറായിരുന്നില്ല. PT അവസാനം എത്തുകയാണ്. PT തുടക്കത്തിൽ അത് അയ്യോ ഞാൻ തന്നെ വേണം, കാരണം ഡയറക്ടർ ബോർഡിൽ ഒരു പ്രമുഖ സ്ഥാനം വഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ തന്നെ ചാനലിൻ്റെ ഒരു പരിപാടി അവതാരകനായിട്ട് വരുന്നത് നന്നാവുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം PT ഉണ്ടായിരുന്നു. പക്ഷേ PT അത് ഭംഗിയായി നിർവഹിച്ചു. PT അവതാരകൻ്റെ റോളിൽ വരുമ്പോൾ ഈ ഫ്രെയിമിൻ്റെ അകത്ത് വരുന്ന കഥയുടെ പ്രധാന ഘടകം നിയന്ത്രിക്കുന്ന നായക സ്ഥാനത്തേക്ക് അദ്ദേഹം ഉയരുകയും പ്രവാസ ലോകത്തിന് അങ്ങനെ ഒരു മുഖം കിട്ടുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും. കാരണം അന്നേ വരെയുള്ള മനുഷ്യരുമായിട്ടുള്ള ഇൻ്റർവ്യൂവിൻ്റെ അഭിമുഖങ്ങളുടെ രീതിയെ പൊളിച്ചെഴുത്തുന്ന ഒരു ശൈലിയായിരുന്നു PT തുടരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ അധ്യാപകരായിരുന്ന പലരും പറഞ്ഞ ശീലങ്ങളോ വായ്ത്താരികളോ ഒന്നല്ല PT രീതി. PT ഈ ദുരിതത്തിലായ അല്ലെങ്കിൽ നിസ്സഹായരായ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഷ വേറൊരു രീതിയിൽ പലപ്പോഴും ആവുകയും അത് ഈ മനുഷ്യർ ഉള്ളു തുറക്കാൻ പാകത്തിന് ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു പുതിയ അവതരണ ശൈലിയും പുതിയൊരു രീതിയും PT കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അതും പ്രവാസ ലോകത്തെ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല പ്രവാസ ലോകം ഈ ഒരു മനുഷ്യൻ്റെ ഒരു വിഷയം എടുക്കുമ്പോൾ അത് കാണുന്ന നിലവിലുള്ള കണക്ക് പ്രകാരം 4 മില്യൺ 40 ലക്ഷത്തിന് മുകളിൽ വരുന്ന പ്രവാസികളുടെ കുടുംബങ്ങളും സുഹൃത്തുക്കളും ഈ സമൂഹം ഒന്നാകെ കാണുമ്പോൾ കിട്ടുന്ന അറിവുണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്. അതൊരു കണാരനോ അതൊരു ഉമറോ അതൊരു ഫറൂഖോ അതൊരു ജോർജോ കാണാതാകുന്ന ഒരു ആളുടെ കഥയല്ല. അയാൾക്ക് സംഭവിച്ചത് എന്താണെന്ന്, അയാൾക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ എന്താണെന്ന്, അയാളുടെ കുടുംബം അനുഭവിക്കുന്ന വേദന എന്താണെന്ന് മറ്റൊരാൾ തിരിച്ചറിയുമ്പോൾ, കാണുന്ന ഒരാൾ തിരിച്ചറിയുമ്പോൾ കിട്ടുന്ന ആ മെസ്സേജ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഇതാണ് യഥാർത്ഥ ആ അവയർനെസ് ഉണ്ടല്ലോ, ആ ഉണ്ടാക്കിയെടുക്കുന്ന ആ ബോധവൽക്കരണമാണ് യഥാർത്ഥത്തിൽ പ്രവാസ ലോകത്തിൻ്റെ രൂപഘടന. അത് ഈ 4 കോളങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതോ ഒരു പ്രോഗ്രാമിൽ ഒതുങ്ങി നിൽക്കുന്നതോ ഒരു ചാനലിൽ ഒതുങ്ങി നിൽക്കുന്നതോ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു.